ശരീരത്തിൽ 80-ലധികം മുറിവുകൾ. മരണത്തിന് കാരണം തലക്കേറ്റ പരിക്കും ആന്തരിക രക്തസ്രാവവും. വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട കൊലപാതകത്തിൽ ജീവൻ നഷ്ടമായ രാംനാരായൺ ബയ്യാലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ്. ഉത്തരേന്ത്യയിലെ സംഘപരിവാർ മോഡൽ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് രാംനാരായൺ. എന്നാൽ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയാൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മടിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയ രാംനാരായണനെ ബംഗ്ലാദേശ് എന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ട വിചാരണ നടത്തിയതും ക്രൂരമായി കൊലപ്പെടുത്തിയതുമെന്ന് മന്ത്രി എം ബി രാജേഷ് ആരോപിച്ചു. സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചു. കേസുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അട്ടപ്പള്ളം മഹാളിക്കാട് സ്വദേശികളായ സി പ്രസാദ്, സി മുരളി, കിഴക്കേ അട്ടപ്പള്ളം സ്വദേശികളായ കെ ബിബിൻ, അനന്തൻ, അട്ടപ്പള്ളം കല്ലങ്കാട് എ അനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ 4 പേർക്കും RSSും BJPയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അറസ്റ്റിലായവരുടെ BJP RSS ബന്ധത്തെക്കുറിച്ച് ഈ നാട്ടിലെ മാധ്യമങ്ങൾ മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? സംഘപരിവാരത്തിന് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനും നാളെ മാധ്യമങ്ങളെ പോലും വേട്ടയാടാനുമുള്ള ലൈസൻസ് നൽകുകയാണ് ഇപ്പോഴത്തെ മാധ്യമ നിശബ്ദത. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ കൊണ്ടുവന്ന ഓട്ടോയ്ക്ക് കൊടുക്കാൻ 70 രൂപ പിരിച്ച CPM പ്രവർത്തകനായ സഖാവ് ഓമനക്കുട്ടനെ വേട്ടയാടാൻ കാണിച്ച ജാഗ്രതയുടെ പകുതിയെങ്കിലും ഈ RSS BJP ക്രിമിനലുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ മാധ്യമങ്ങൾ പുലർത്തണം. കേസിൽ പ്രതികളായവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ കൂടിയാണ് ഇപ്പോൾ ആൾക്കൂട്ട കൊലയിൽ അറസ്റ്റിലായ RSS പ്രവർത്തകർ. ആൾക്കൂട്ട വിചാരണ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ ആൾക്കൂട്ട വിചാരണയും ഇതേ തുടർന്നുള്ള കൊലപാതകങ്ങളും സാധാരണ സംഭവമായി തുടങ്ങിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ RSSും BJPയും അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് നാടിനെ നടുക്കുന്ന ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായത്. മനുഷ്യർക്കിടയിൽ ഈ വിദ്വേഷ രാഷ്ട്രീയം പരത്തുന്ന സംഘപരിവാരത്തെ കേരള സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ഒപ്പം എല്ലാവരും ഒരുപോലെ എന്ന സമീകരണത്തിൽ RSSനും BJPക്കും നിശബ്ദമായി പ്രതിരോധം തീർക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുകയും വേണം.